ഹേ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ട്രിപ്പിന് പോയിട്ട് തിരിച്ച് വന്നത് എല്ലാവർക്കും ഫുഡ് പോയ്സൺ അടിച്ചിട്ടാണ്. എനിക്ക് പിന്നെ ഭയങ്കരമായിട്ട് അടിച്ച് ബാത്റൂമിൽ പോയപ്പോൾ സംഭവം വെളിയിലത്തെ ഫുഡ് ഞാൻ അങ്ങനെ അധികം കഴിക്കത്തില്ല. അവിടെയൊക്കെ മുംബൈയിലൊക്കെ പോയപ്പോൾ ഓർഡർ ചെയ്ത് കഴിച്ച ഫുഡ് പോലും എനിക്ക് സെറ്റായില്ല. വീട്ടിലത്തെ ഫുഡ് പോലും ഒരു ഫുഡ് എനിക്ക് സെറ്റ് ആവത്തില്ല. ഇനി വീട്ടിലുള്ള ഫുഡ് കഴിച്ച് വേണം സെറ്റാക്കാൻ. ഫുഡ് പോയ്സൺ ആയതുകൊണ്ട് ഞാൻ കോളേജിൽ പോയില്ല, അഭിനും കോളേജിൽ പോയില്ല. ഇനി ഇവിടെ ഇപ്പം തന്നെ എഴുന്നേറ്റ് ഇനി ഫുഡ് കഴിക്കണം. അമ്മ എന്തൊക്കെയോ കഞ്ഞിയൊക്കെ എന്തൊക്കെയോ ഉണ്ടാക്കി വെക്കുമെന്നൊക്കെ പറഞ്ഞു. അപ്പം അത് കഴിക്കണം, ഫുഡ് സെറ്റാക്കണം. എവിടെ പോകുന്നു നമ്മളെങ്ങോട്ടാ പോകുന്നേ? നമ്മൾ ട്രിപ്പ് പോണം ഗൈസ്. നമ്മൾ ട്രൂസോ വാലി പോകുകയാണ്. എന്റെ ക്യാമറമാനെ ചിത്രക്കാരോടൊപ്പം അശ്വ പറഞ്ഞാണ്. ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ രാവിലെ തന്നെ എണീച്ച് ഉച്ചയായി. എല്ലാവർക്കും ഫുഡ് പോയ്സൺ പിടിച്ച് ഞാൻ രക്ഷപ്പെട്ട്. എനിക്കൊന്നുമില്ല, ജോഷിക്കൊന്നുമില്ല. എനിക്ക് അഭിനയം വന്നു ഫുഡ് പോയ്സൺ. രണ്ടെണ്ണം ഏതൊക്കെ മൂലയിൽ കിടന്ന് ഉറങ്ങുന്ന കണ്ട്. രാവിലെ ഒന്നും കഴിച്ചില്ല. ഇനി തന്നെ എന്തെങ്കിലും പോയി കഴിക്കണം. താഴെ ഗൈസ്, കരിക്ക് നല്ലതാണ്. രാവിലെ നല്ല കരിക്കോളം എന്ന് പറയുന്ന ഒരു എനർജറ്റിക് ഡ്രിങ്കാണ്. അപ്പോൾ ഇതേപോലെ സാഹചര്യങ്ങളിൽ കരിക്കോളം നല്ലതാണ്. പണ്ട് ഞാൻ കുടിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ബെർണാഡങ്ങളുടെ ഹൈറ്റ് ഉണ്ട്, എനിക്ക് എത്തുമെന്നും തോന്നുന്നില്ല. ഇങ്ങനെയാണ് കരിക്കടക്കാൻ വേണ്ടി. എന്നെ വിളിക്കുന്നു ഗൈസ്. എല്ലാരും എന്നെ വിളിക്കുന്നു. എല്ലാവർക്കും എന്നെ മതി. ഫോട്ടോ എടുത്ത് കൊടുക്കാൻ. എന്റെ ഫസ്റ്റത്തെ ട്രിപ്പാണ്. ജോർജിയ വന്നിട്ട് 1 വർഷമായി. എന്നിട്ട് എന്നെ ഒരിടത്ത് ഞാൻ കൊണ്ടുപോയിട്ടില്ലെന്ന്. പിന്നെ അല്ലാണ്ട് ക്രോണിക്കിൾസ് ഓഫ് ജോർജിയ അത് ഞാൻ പോയാലും പോകും. ഇവൻ ഇവിടെ ജോർജിയയിൽ എന്നെ വേണ്ടി ജീവിക്കാനാണ് ഇവ വന്നിരിക്കുന്നത്. പഠിക്കാൻ വന്നതല്ല. എനിക്ക് പ്രൊമോഷൻ ഉണ്ടാ. എന്റെ PA നല്ല പ്രൊമോഷൻ ഉണ്ട്. എനിക്ക് അറിയാം, ഞാൻ ചെയ്യാൻ വല്ലോണ്ട്. ഫോട്ടോ എടുക്കാൻ തെറിയാടി മലയാളം നാട്ടിലൊക്കെ തെറിയാത്. 5 നാരി. ഇന്നസെന്റ് ആണ് ഗൈസ്. എനിക്കൊന്നും അട്ടർ ഫ്ലോപ്പ് ആണ്. സ്ട്രോഡ് ഗ്ലാസ് തികച്ച് കിട്ടുന്നുണ്ട്. ഇത് മറ്റേതാ, ഇത് മറ്റേത് പിള്ളേർക്ക് കുടിച്ചാൽ ശരിയാകത്തില്ലെന്നോ. കള്ളു പോലെ കേട്ടോ. പക്ഷെ വയറ്റിളക്കം തന്നെ ശരിയാകത്തില്ല. അബി എനിക്കപ്പ കരിക്ക് കുടിക്കും. വയറ്റിളക്കം പോടാ. നല്ല കരിക്കണം. ഒന്നും കഴിക്കാതെ പറഞ്ഞാൽ ശരിയാകത്തില്ല. നീ കരിക്ക് കുടി. അച്ഛാ ഞാൻ കഷ്ടപ്പെട്ട് എടുത്തതാണ് കരി. കുറച്ച് കുടിക്കും. എന്നിട്ട് പറ അങ്ങനെ കുടിക്കാനില്ല, കുറച്ചൊരു എനർജി വരാൻ വേണ്ടി. ഇനി എനിക്ക് വീഡിയോ അങ്ങനെ മഞ്ഞിലൊക്കെ അങ്ങോട്ട് ഇറങ്ങി മതിയാ. ഇനി മേലെ ഒരു ട്രിപ്പും കൊണ്ടുവന്ന് പറഞ്ഞു പോലെ കേട്ടോ. ഈസി അല്ലേ? വ്യൂ മാത്രം കൊള്ളാം.
എങ്ങനെയുണ്ട്? എനിക്ക് കുഴപ്പമില്ല, എനിക്കായില്ലല്ലേ. വരുമായിരിക്കില്ലേ? ട്രെയിൻ പിടിച്ച് കയറി ഇനി കുടിക്കേ, നല്ല എനർജി ആവട്ടെ. നല്ല ഫ്രഷ് കരിക്കാണ്, ഇപ്പൊ അടുത്തതേ ഉള്ളു. കോളേജിൽ പോകാൻ വേണ്ടിയാണ് നമ്മളെ ട്രിപ്പ് പകുതിയിൽ വെച്ച് നിർത്തി വന്നത്. ഇപ്പൊ നോക്കിയപ്പോ വൈറലാക്കാൻ കോളേജിൽ പോയില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങള് കുറച്ച് സിപ്പി അടിച്ച് തന്നത് ഞാൻ കുടിച്ച്. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ആക്ടിങ് ആണ് ഇത്, നേരത്തെ പൊട്ടിച്ച് ഫ്ലോപ്പ് ആവുമെന്ന് അറിയാം, അതുകൊണ്ട് എങ്ങനെയുണ്ട് അശ്ന? പോയാലോ ഞാൻ ആലോചിക്കണ. വ്യൂ കണ്ടെങ്കിൽ രസിച്ചങ്ങ് പോകണം. നോ ഇഷ്യൂസ്, കഴിവില്ലോ കിടക്കും കിടക്ക്. എവിടെ പോന്നിപ്പോ? റഷ്യൻ ജോർജിയൻ ഫ്രണ്ട്ഷിപ്പ് മോണുമെന്റ്. അതെവിടെയാണ്? അതുവരെ നടന്നില്ലെങ്കിൽ നിങ്ങൾ അത് മണ്ടയിൽ കൊട്ടുകൊള്ളും. അശ്വനക്കുട്ടി ഓൾറെഡി 2 റൗണ്ട് വീഴുന്നിട്ടും കുറച്ച് വൈബൊക്കെ അടിച്ചു. അശ്വൻ അവരവിടെ നിൽക്കണുണ്ടോ? അതേപോലെ പോയി നിന്നാലോ? എങ്ങനെയുണ്ട്? ആ വൈബാണ് നമുക്ക് ആവശ്യം. ആ വൈബാണ് എനിക്ക് ആവശ്യം. ആ വൈബാണ് എന്റെ ആവശ്യം. എന്ന് മനസ്സിൽ പറയുന്നത്. നടക്കണേ ഇങ്ങോട്ട്. ഗൈസ്, മുംബൈ എത്തി. വയ്യ, ഫുഡ് പോയിസൺ പിടിച്ച എല്ലാവർക്കും. റെസ്റ്റ് എടുക്കണം, ഉറങ്ങണം. അയ്യോ ഗൈസ്, ഇവർ രണ്ടുപേരും കിടന്നുറങ്ങുന്നു. എനിക്കിവിടെ പ്രത്യേകിച്ച് വേറെ പണിയില്ല. ഞാൻ ഒരു ഇടം വരെ പോകുന്നു, ഒരു പേഴ്സണൽ ആവശ്യമാണ്. ഇതെവിടെ? ചവിട്ടി അഴിച്ച് വലിച്ച് ചുമ്മാ അവൾക്ക് വരാൻ പോയി. അശ്നിക്ക് സത്യം പറഞ്ഞ ബോഡി പെയിൻ ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷെ എന്തായാലും ഇതുവരെ വന്നു, ഇത് കണ്ടില്ല നമുക്ക് സത്യം പറഞ്ഞ മിസ്സാവും. ഞാൻ സത്യം പറഞ്ഞ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് നിന്നെ കൊണ്ട് വിളിച്ചോണ്ട് വന്നത്. നല്ല വ്യൂ അല്ലേ ഇവിടെ? കിട്ടുന്ന വ്യൂ, ഉച്ചാതി വ്യൂ, നൈസ് വ്യൂ. അശ്നക്കുട്ടിയാണ് എന്റെ വ്യൂ. ശയ്യായോ? അങ്ങനെ ട്രിപ്പ് കഴിഞ്ഞ് എത്തി. ഒരു അഴുക്ക ട്രിപ്പായിരുന്നു. ലാസ്റ്റ് സമയമായപ്പോൾ ചെറുതായിട്ടൊന്ന് ഫുഡ് പോയിസൺ പിടിച്ചു. വയറൊക്കെ അങ്ങനെ കേടായി. ഒന്നും കഴിക്കാൻ പോലും തോന്നുന്നില്ല. ഇങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതിയായിരുന്നു എന്ന് മതി. അന്ന് കിടന്ന് ഉറങ്ങി. എന്നിട്ട് വൈകുന്നേരം 6 മണിയായപ്പോൾ എഴുന്നേറ്റ്. ഗൈസ്, ഇനിയല്ലേ വല്ലതും കഴിക്കണം. ആക്രമണത്തിൽ ബബിൾക്കാൻ നിന്നപ്പോ കവിള് കടിച്ചു. ടിഷ്യൂ വേണോ? എന്തെങ്കിലും വേണോ? വെള്ളം, ജ്യൂസ്, എന്തെങ്കിലും? നിങ്ങൾ പേടിക്കണ്ട, ഞാൻ സേഫ്. ഓക്കെ. ജ്യൂസ് എന്തെങ്കിലും വേണോ? എന്തെങ്കിലും അറേഞ്ച് ചെയ്യണോ? ജ്യൂസ് എന്തെങ്കിലും അറേഞ്ച് ചെയ്യണോ? എന്നാ ശരി. ഞാൻ കൊണ്ടുവരണ്ടില്ല, ഞാൻ കുറച്ച് ഞാൻ പറഞ്ഞല്ലേ. അപ്പൊ ഫുഡ് മരുന്നൊക്കെ കഴിച്ച് കുറെ സമയം കിടന്ന് ഉറങ്ങി. ഇപ്പൊ കുഴപ്പമില്ല, സീനില്ലാതെ നല്ല പോലെയൊക്കെ ഇരിക്കുന്നുണ്ട്. അഭിനും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അവൻ മുകളിലാണ് കിടന്ന് ഉറങ്ങണ്. നേരത്തെ കിടന്ന് ഉറങ്ങണ്, കിടക്കണ് ബാത്റൂമിലാണ്, കിടക്കണ് ബാത്റൂമിലാണ്, അങ്ങനെ ഇരിക്കണം. എനിക്കിപ്പോ കുഴപ്പമില്ല, നോർമലായിട്ട് ഇരിക്കുന്നുണ്ട് നിലവില്. ഇനി ഫുഡ് കഴിക്കണം, കിടന്നുറങ്ങണം. നാളെ കോളേജിൽ പോകണം. വലിയ ആളായി വേണം. നല്ല ഓടിയെന്ന് തോന്നുന്നു. ഞാൻ അവിടെ അങ്ങ് അറ്റം ചെന്നിറങ്ങി. അവിടെ നിങ്ങൾ അറ്റം. താങ്ക്സ് മച്ചി. ഇതില്ലായിരുന്നെങ്കിൽ ഞങ്ങളൊന്ന് പട്ടിണിയായിരുന്നല്ലേ. താങ്ക്സ്. അപ്പോൾ ഞാൻ കോയമ്പത്തൂർ ആണ് വന്നിറങ്ങിയപ്പം ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ട്രെയിൻ കണ്ടിട്ടില്ല. അതൊരു ഡബിൾ ഡക്കർ ട്രെയിനാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ നേരിട്ട് കാണുന്ന ഡബിൾ ഡക്കർ. പ്ലാറ്റ്ഫോമിന്റെ താഴെ തട്ടി നിൽക്കുന്നത്. അങ്ങനെ ഞാൻ വന്നത് എൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനാണ്. അപ്പോൾ സർട്ടിഫിക്കറ്റ് എല്ലാം വാങ്ങിച്ച് തിരിച്ചിതാ പോകുന്നു. ഇത്ര വർഷം പഠിച്ചിട്ട് ഫസ്റ്റ് ടൈമാണ് യൂണിവേഴ്സിറ്റി ഞാൻ വന്ന് കാണുന്നത്. ഇനി വീട്ടിലോട്ട് തിരിച്ചു പോകുന്നു.